ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലും ഡൽഹിയിലുമൊക്കെ വളരെ ഫേമസ് ആയ ഒരു സർബത്താണ്. മുഹബത്ത് ക സർബത്ത് എന്നാണ് ഈ സർബത്തിന് പേര് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാ സീസണിലും സുലഭമായി ലഭിക്കുന്ന തണ്ണിമത്തൻ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി ഏകദേശം 3 കിലോയുടെ അടുത്ത് വരുന്ന ഒരു തണ്ണിമത്തനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ തണ്ണിമത്തൻ്റെ മുകൾ ഭാഗമാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഈ സർബത്തിലേക്ക് ചേർക്കേണ്ട മറ്റു ചേരുവകളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തത്. നിങ്ങൾ പാത്രത്തിലോ മറ്റോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെയും മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തണ്ണിമത്തൻ്റെ ഉള്ളിലുള്ള ചുവപ്പ് ഭാഗം ഈ തോടിൽ നിന്ന് ഒന്ന് വേർപ്പെടുത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സ്പൂണ്, ഫോർക്ക്, ബീറ്റർ എന്നിവയും ഉപയോഗിക്കാവുന്നതാണ്. തണ്ണിമത്തൻ്റെ കുരു വേർപെട്ട് കിട്ടാനും ചെറിയ കഷ്ണങ്ങളായി പെട്ടെന്ന് കിട്ടാനും ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇത് മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിൽ നിന്ന് കുറച്ച് തണ്ണിമത്തൻ കഷ്ണങ്ങൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചുവന്ന ഭാഗങ്ങളെല്ലാം വീണ്ടും ഒന്ന് കിട്ടുന്നതിന് വേണ്ടി വിസ്ക് ഉപയോഗിച്ച് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. തണ്ണിമത്തൻ്റെ ഉള്ളിലുള്ള എല്ലാ കഷ്ണങ്ങളും വേർപ്പെടുത്തിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് സർബത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ റോസ് സിറപ്പാണ്. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ സുലഭമായി വാങ്ങാൻ കിട്ടുന്ന ഒരു സിറപ്പാണ്. ഇത് നമുക്ക് ഒരു 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. റോസ് സിറപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിന് തണുപ്പിന് വേണ്ടിയുള്ള ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. തണുപ്പ് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്കസാണ്. 2 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുഹബത്തിൻ്റെ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സർബത്താണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.